ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ചായകുടി എല്ലാം കഴിഞ്ഞു. എന്താ ഇനി ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കണം. രാവിലെ മൈദദോശയും തക്കാളി ചമ്മന്തി ആയിരുന്നു കേട്ടോ, തക്കാളി വാട്ടിയത്. പിന്നെ പുട്ടുണ്ടാക്കി. അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ചായയുടെയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഉച്ചത്തെ പരിപാടിയിലേക്ക് പോകട്ടെ. ഉച്ചത്തേക്ക് അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് വൈകിയാണ് കേട്ടോ എഴുന്നേറ്റത്. അതുപോലെ ഇന്നലെ രാത്രി ഊണ് കഴിച്ച് പാത്രങ്ങളൊന്നും കഴുകി വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റൗ ഒന്ന് തുടച്ചതിന് ശേഷം കട്ടൻ ചായ ഇട്ടു. അപ്പോൾ അതേ ചായ തിളച്ച് വന്നപ്പോഴേക്കും പിന്നെന്താ മോളും അഖിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും മോനും അഖിലുള്ള ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുവാൻ കേട്ടോ, ചൂടാറാനായിട്ട്. മോള് ഡയറ്റിലായത് കാരണം അവൾ അധികം ചായ കുടിക്കാറില്ല കേട്ടോ. കഴിക്കാൻ നേരത്തെ ഒരു അര ഗ്ലാസ് ചായ കുടിച്ചെങ്കിലായി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചായ കൊണ്ടുപോയി എൻ്റെ ചായ തണുക്കാനായിട്ട് കൊണ്ടുപോയി വെച്ചു കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് അഖിലും മോനും കൊടുത്തു. പിന്നെ ഇതേന്ന് രാവിലെ കഴിക്കാനായിട്ട് മൈദ ദോശയും തക്കാളിക്കറിയാണ് കേട്ടോ. തക്കാളി അരിഞ്ഞെടുത്തിട്ടോ. പിന്നെ ഇതേ മൈദ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ദോശക്ക് ആ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴച്ച് വെച്ചു കേട്ടോ. പിന്നെ അഖില് മൈദ ദോശ കഴിക്കില്ല. അപ്പോൾ അഖിലിന് മാത്രമായിട്ട് ഒരു ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള പൊടി നനച്ചിട്ട് പുട്ട് വെച്ചു കേട്ടോ. പിന്നെ ദോശയും തക്കാളിക്കറിയൊക്കെ പുറത്തടുപ്പിൽ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, പുറത്തടുക്കളയിൽ. അപ്പോൾ ഞാൻ ആ സാധനങ്ങളെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോയി വെക്കുവാണ്. അപ്പോൾ ഇതേ തക്കാളിക്കറി ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നപ്പോഴേക്കും കടുക് താളിച്ചിട്ടോ. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ല, തക്കാളി ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി റെഡിയായി വരുന്ന സമയം കൊണ്ട് അപ്പുറത്തെ അടുപ്പിൽ ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അത് അങ്ങോട്ട് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ചിരട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സൈഡ് കാണിക്കാത്തത്. അപ്പോൾ അത് ദോശയും ഈ കറി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ മോൾക്ക് ജിമ്മിൽ പോകാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തിരക്ക് പിടിച്ച് വേഗം എടുത്തു. മോൾക്ക് ആദ്യം കൊടുത്തു കേട്ടോ. പിന്നെ മോനും കൊടുത്തു. അഖിലിന് പുട്ടും പഴവും കൊടുത്തു കേട്ടോ. അങ്ങനെ രാവിലത്തെ ചായയോടെ എല്ലാവരെയും കഴിഞ്ഞു. അപ്പോൾ രാവിലത്തെ ചായയോടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ചോറിനുള്ള പരിപാടിയാണ്. കുഞ്ഞുങ്ങളെ പീരുമോളെ കുളിപ്പിച്ചു. അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടും അവർക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ പീരുമോളെ വീട്ടിൽ കൊണ്ടാക്കി അവർ പോയി. പിന്നെ കുഞ്ഞ് കിടന്നുറങ്ങുകയാണ്. ഞാൻ അരിയിടാൻ പോവാണ് കേട്ടോ. ഫുള്ള് വിറകടുപ്പിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കുറേ വിറകുണ്ട്. അപ്പോൾ അത് കത്തിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ. അരിയിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പെട്ടെന്ന് വീഡിയോ ഓണാക്കില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ വേഗം തന്നെ അരിയിടൽ നിർത്തിയിട്ടും വീഡിയോ ഓണാക്കിയിട്ടാണ് കേട്ടോ. അതാണ് കലത്തിൽ കുറച്ച് അരി കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇവിടെ ഓൺ വോയിസ് കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് റോഡുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. അരിയിട്ടതിന് ശേഷം കുറച്ച് വിറകും 2 ചിരട്ടയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അത് വളർത്തുന്നത് വേവട്ടെ. കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. ചായ കുടിച്ചതിൻ്റെ മാവ് കുഴച്ചതിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുത്തിട്ട് കേട്ടോ. ഉച്ചത്തേക്ക് പരിപ്പും കണ്ടിച്ചേമ്പിൽ താളുണ്ട്. അപ്പോൾ താളും പരിപ്പും കൂടി കറി വെക്കാൻ പോകാം കേട്ടോ. തേങ്ങ അരച്ച് കറി വെക്കാൻ പോകണം. അപ്പോൾ അതിങ്ങനെ പരിപ്പ് വേവിക്കാൻ പറ്റട്ടെ കേട്ടോ. അരി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് പരിപ്പിടാനായിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രമാണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ പാത്രത്തിലും കരിയാക്കുന്നില്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പരിപ്പ് ഇത്രേ ഉള്ളൂ കേട്ടോ.
ഉള്ളൂ. പരിപ്പ് അടുപ്പത്ത് വെച്ചതിന് ശേഷം പറമ്പിൽ പോയി താള് പറിച്ചുകൊണ്ട് വന്നു. താള് എടുത്തുകൊണ്ട് വന്നു അതിൻ്റെ തൊലിയൊക്കെ ചീകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം കൂടി ചേർത്ത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പരിപ്പ് വെന്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന താള് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ തീ കത്തിക്കുന്നുണ്ട്. അടുപ്പിൽ വെച്ച് താള് വേവിക്കുമ്പോൾ ഒറ്റ തീയിൽ തന്നെ വെന്ത് കിട്ടണം കേട്ടോ. വാടിപ്പോയിട്ടുണ്ടെങ്കിൽ വേവില്ല. അപ്പോൾ ഞാൻ നല്ലപോലെ തീ കത്തിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വേവിക്കാൻ വെച്ചിട്ട് തുണി വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വിരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. തുണി വിരിച്ച് വന്നപ്പോഴേക്കും താള് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ്. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരപ്പൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു 2 കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് താളി ചൊറിയോന്ന് അറിയില്ല കേട്ടോ. ഇത്രയും കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൊറിയോന്ന് അറിയില്ല. ഞാൻ ശരിക്കും കർക്കിടക മാസത്തിലൊക്കെയാണ് താള് കറി വെക്കാറുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പരീക്ഷണാർത്ഥം എടുത്ത് നോക്കിയതാണ്. കണ്ടിച്ചേമ്പല്ലേ അപ്പോൾ ചൊറിയിലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് നോക്കുവാണ്. കറി വെച്ച് നോക്കാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ. ഇപ്പം നല്ല ചൂട് സമയമല്ലേ. അങ്ങനെ ഇതേ അരപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കി പാകമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ താള് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് താളിക്കണം കേട്ടോ. അത് അകത്ത് അടുപ്പിൽ കൊണ്ടുപോയി സ്റ്റവിലാണ് താളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ആ ചോറിൻ്റെ കലം ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടി വേവാണ്ട്. അപ്പോഴേക്കും പുറത്ത് ആരോ വന്നു കേട്ടോ. പഞ്ചായത്തിൽ നിന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും അരി വെന്തിട്ടുണ്ടായിരുന്നു. ചോറ് വാർത്തു. അങ്ങനെ ചോറും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ താള് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോന് ഉച്ചക്ക് ചോറ് വിളമ്പാൻ പോവുകയാണ്. എല്ലാം കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച് സെറ്റാക്കി ചോറ് വിളമ്പി അവന് കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.